ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു മടി കാരണം കുറച്ച് ലേറ്റായി പോയതാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കോട്ടേഴ്സിലേക്ക് പോവും. അപ്പോൾ അതിന് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിയൊന്നും അധികം ചെയ്യില്ല. ക്വാർട്ടേഴ്സിലാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം. ഇവിടെ ആണെങ്കിൽ ആ പരിപാടിയൊന്നുമില്ല. പതുക്കെ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ. അച്ഛൻ രാവിലെ കടയിലൊക്കെ അങ്ങ് പോകും. പിന്നെ പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. പിന്നെ കുറച്ച് നേരം പുറത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ഇവിടെ നിറച്ച് ചെടികളുണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ടിലും സൈഡിലും. അമ്മയ്ക്ക് ചെടി വലിയ ഇഷ്ടമായിരുന്നു. എവിടെ പോയാലും ചെടിയും കൊണ്ടേ വരത്തുള്ളൂ. ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് ചെടി ഇഷ്ടപ്പെടുന്ന ആളുമില്ല. പക്ഷേ ഈ ഒരു ചെമ്പരത്തിയിൽ എപ്പോഴും പൂ നിറഞ്ഞ് നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. മഴ കനക്കുമ്പോൾ ചിലപ്പോൾ അച്ഛൻ ഇത് വെട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പിന്നെ കുറേ ചെടികളല്ലാതെ കടലാസ് ചെടിയും പല കളറിലെ, പിന്നെന്താ മുല്ലപ്പൂവും, പിന്നെന്താ ചെമ്പരത്തിയും, അങ്ങനെയൊക്കെ കുറേയൊക്കെ ഇപ്പം നട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇലിമ്പിക്ക മരം കേട്ടോ. ഇതിനകത്ത് ഇഷ്ടം പോലെ ഇലിമ്പിക്ക എല്ലാ കൊല്ലവും കാണും. പിന്നെ അടുത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സാണ്, എല്ലാവരും ഇത് പിച്ചും. പിന്നെ അറിയാവുന്നവരൊക്കെ വന്ന് പിച്ചിക്കൊണ്ടുപോകും. ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. പിന്നെ ഞാൻ തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് പോകുമ്പോൾ കുറേയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ഇന്നത്തെ രാവിലത്തെ കാപ്പി ഇഡലിയും ചമ്മന്തിക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രം ഉള്ളായതുകൊണ്ട് അങ്ങനെ വലിയ സ്പെഷ്യലൊന്നുമില്ല. ഒരു ചെറിയ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെന്താ, കാപ്പിയൊക്കെ ഉണ്ടാക്കി തീർന്നപ്പോഴത്തേക്കും ആൾക്കാർ 2 പേരും എഴുന്നേറ്റ് നേരെ മുറ്റത്തോട്ട് പോയിട്ടുണ്ട്. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ക്വാർട്ടേഴ്സിലാണെങ്കിൽ നമ്മൾ ആ ഒരു ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഫ്രീഡമാണ്. മുറ്റത്തോട്ട് ഇറങ്ങാം, ഓടാൻ ചാടാം, അപ്പുറത്തോട്ട് പോയി ഇപ്പുറത്തോട്ട് പോകും, കളിക്കാനൊക്കെ ഭയങ്കര സൗകര്യമാണ്. അങ്ങനെ 2 പേരും വന്ന പാടെ തന്നെ, ഉറക്കം എഴുന്നേറ്റ് വന്ന പാടെ തന്നെ മുറ്റത്തിറങ്ങി എന്തൊക്കെയൊക്കെ കുഴിക്കുകയും. ഇവിടെ വന്നാലും ശിവയും വീറും ഒക്കെ വേണം ചോറൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി കാപ്പിയൊക്കെ കുടിച്ചു. ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് ചാമ്പയ്ക്ക പിച്ചാനാണ്. അതിനകത്ത് അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് തിന്നണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിച്ചാന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ അപ്പയുടെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ തോട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പിടിച്ച് കുലുക്കുമായിരുന്നു. കുറേയൊക്കെ ഇങ്ങനെ വീണുകൊണ്ടേയിരുന്നു. പിന്നെ കേശൂട്ടൻ അത് പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും വീഴുന്നൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നേരെ അങ്ങ് ടെറസിൻ്റെ മണ്ടയിൽ പോയി പിച്ചാന്ന് വിചാരിച്ചു. ഫൈനലി ഞങ്ങൾക്ക് ഇത്രയും ചാമ്പയ്ക്ക കിട്ടി കേട്ടോ. ആർക്കും കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു അവൻ. അപ്പോൾ ഒന്ന് എടുത്തപ്പോഴത്തേക്കും പിന്നെ കരച്ചിന് ബഹളമായി. പിന്നെ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ അവൾ കൊണ്ടുപോയി അച്ചാറിട്ടു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇപ്പം മഴ പെയ്യും എന്നുള്ള രീതിയിൽ കോള് കയറിക്കൊണ്ടു. ഇപ്പോൾ എപ്പോഴോ മഴ പെയ്തപ്പോൾ ഞാൻ വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പം മഴ പെയ്താലും വെള്ളം ഉണ്ടാക്കണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ 2 ആളും കൂടെ ഭയങ്കര കരച്ചിലായി. പിന്നെ അവർ വെള്ളം ഉണ്ടാക്കാൻ തുടങ്ങി. പേപ്പറുകൾ മൊത്തം വലിച്ചു വാരിയിട്ടു. അപ്പോൾ ശരിയല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇനിയിപ്പോൾ എന്താ, വെള്ളത്തിലിറക്കണമല്ലോ. അച്ഛൻ പറയുന്നുണ്ട് പനിയാണ്, ഇറങ്ങരുത്, മഴയത്ത് ഇറങ്ങരുതെന്നൊക്കെ പറയുന്നുണ്ട്. ആര് കേൾക്കാൻ. പിന്നെ ഞാൻ 2 ആളെയും കൂടെ കൊണ്ടുപോയി വെള്ളത്തിലിറക്കി. സത്യം പറഞ്ഞാൽ ക്വാർട്ടേഴ്സിൽ നിൽക്കുന്നതിലും അവരിവിടെ വരുമ്പോഴാണ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഞങ്ങൾ വരുമ്പോഴാണ് ഇവിടെ ഒരാളും അനക്കമൊക്കെ. റിലേറ്റീവ്സ് എല്ലാം അടുത്തടുത്താണ്. കൊച്ചച്ഛൻ്റെ മക്കളും അപ്പയുടെ മക്കളും എല്ലാവരും ഇങ്ങനെ വരും. എന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അതൊരു വിഷമം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, അച്ഛൻ മാത്രമേ ഉള്ളൂ. അന്നേരം അവരാരും വരുത്തൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും വരികയും ചെയ്യും. നല്ല രസമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.